സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏർലി മിഡീവൽ 1ഉം 2ഉം നമ്മൾ വളരെ പ്രധാനപ്പെട്ട കർണാടക ബേസ് ചെയ്തിരിക്കുന്ന ഡൈനാസ്റ്റിയുടെ ചരിത്രം പറഞ്ഞെങ്കിൽ, ഇന്ന് നമ്മൾ തമിഴ്നാട് ബേസ് ചെയ്തിരിക്കുന്ന മിഡീവൽ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റി ആയിട്ടുള്ള പല്ലവാസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ പല്ലവ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി. അപ്പോൾ പല്ലവ ഡൈനാസ്റ്റി എവിടെയാണ് ഉണ്ടായിരുന്നത്, ഞാൻ അതാണ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് യു ആർ ഡ്രോയിങ് ദ മാപ്പ് ഓഫ് സൗത്ത് ഇന്ത്യ, വി ക്യാൻ സി ദിസ് സദേൺ റീജിയൻ ഓഫ് തമിഴ്നാടു. ദിസ് ഈസ് ദ ലാൻഡ് ഓഫ് ദ പാണ്ഡ്യാസ്. എവിടെയാണ് പാണ്ഡ്യന്മാരുണ്ടായിരുന്നത്? വിത്ത് ദർ ക്യാപിറ്റൽ അറ്റ് മധുരൈ. ആൻഡ് above that we can see what this particular region of northern Tamil Nadu, that was the regions of the Pallavas. പല്ലവന്മാരുടെ region അതായിരുന്നു. And their capital was in the northern Tamil Nadu region itself, that is കാഞ്ചീപുരം. കാഞ്ചീപുരം കേന്ദ്രീകരിച്ചാണ് പല്ലവാസ് ഉണ്ടായിരുന്നത്. ഗൈസ്, ജസ്റ്റ് comment me what is the significance and relevance of കാഞ്ചീപുരം. കാഞ്ചീപുരത്തിന്റെ റെലവൻസ് എന്താണെന്നുള്ളത് കമന്റ് ചെയ്തേ. പ്ലീസ് comment it. കേട്ടത് എന്താണോ അതാണ് അതിന്റെ റെലവൻസ്, സിഗ്നിഫിക്കൻസ്. വൈ കാഞ്ചീപുരം ഈസ് ഫേമസ് ഫോർ? കൈലാസനാഥ് ടെമ്പിൾ. അതിനാണോ കാഞ്ചീപുരം ഫേമസ് ആയിട്ടുള്ളത്? ഞാനൊക്കെ വേറെയാ കേട്ടത്. നിങ്ങള് കൈലാസനാഥ് ടെമ്പിൾ ഒക്കെയാണോ കേട്ടത്? വെരി ഗുഡ്. സാരി സിൽക്ക് എന്നൊക്കെ പറയണം അല്ലെ. കാഞ്ചീപുരം സിൽക്ക് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. അപ്പൊ കാഞ്ചീപുരം എന്ന് പറയുന്നത് ഒരു എക്കണോമിക് സെന്റർ ആയിരുന്നു എന്നുള്ള ലോജിക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അങ്ങനെ കോണ്ടംപററി സിറ്റുവേഷനിലോട്ടുള്ള ആ ലൊക്കേഷനെ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് മാറുകയും ചെയ്യും. സോ ഏർലി മിഡീവൽ ഡൈനാസ്റ്റി പാർട്ട് 3 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മിഡീവൽ പല്ലവാസിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇവരുടെ ലൊക്കേഷനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, കാഞ്ചീപുരം കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരുടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ബേസിക്കലി ഇവരുടെ കോർ പീരിയഡ് വാസ് ബിറ്റ്വീൻ 6th and 9th centuries. 6th and 9th centuriesന്റെ സമയത്താണ് ഇവരുടെ കോർ പീരിയഡ് വരുന്നത്. അപ്പൊ അതല്ലാതെയും ഒരു പീരീഡ് വരുന്നുണ്ട് 3rd century. ഗുപ്തന്മാർ നോർത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ പല്ലവാസ് കുറച്ച് കാലഘട്ടത്തേക്ക് ഉണ്ടായിരുന്നു 3rd centuryയിൽ. അവർക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ കളപ്രാസ് എന്ന് പറയുന്ന സംഗം ഏജിന് ശേഷമുള്ള ഒരു ടോപ്പിക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മിഡീവൽ കാലഘട്ടത്തിലെ ഈ 6ാം നൂറ്റാണ്ട് മുതൽ 9ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഇവരെ കുറിച്ച് പറയുമ്പോൾ റിഗാർഡിംഗ് ദയർ പൊളിറ്റിക്കൽ ഹിസ്റ്ററി വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞുതരാം. ദ ഫൗണ്ടർ വാസ് സിംഹവിഷ്ണു ബിറ്റ്വീൻ 6th century. 6th centuryയിൽ സിംഹവിഷ്ണു ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഒരു രാജാവ്. ഇസ് ദ ഫൗണ്ടർ ഓഫ് ദ മിഡീവൽ പല്ലവ ഡൈനാസ്റ്റി. ദെൻ കംസ് മഹേന്ദ്രവർമ്മൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കിങ്സിൽ ഒരാളാണ് മഹേന്ദ്രവർമ്മൻ. ഞാനിവിടെ മാർക്ക് ചെയ്തുതരാം ഏറ്റവും പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. ഒന്ന്, നിങ്ങൾ നിർബന്ധമായിട്ട് മഹേന്ദ്രവർമ്മനെ പഠിക്കണം. പിന്നീട് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള നരസിംഹവർമ്മൻ. ഇവർ രണ്ടുപേരെയും പഠിക്കണം. പിന്നീട് വരുന്ന വ്യക്തിയാണ് പരമേശ്വരവർമ്മൻ എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ പിന്നീട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വ്യക്തിയാണ് നരസിംഹവർമ്മൻ 2. അതായത് 1, 2, 3 ഈ 3 ആൾക്കാരെ കൃത്യമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കണം. ദിസ് ഈസ് സംതിങ് വെരി 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 ഇമ്പോർട്ടന്റ്. മഹേന്ദ്രവർമ്മൻ 600 മുതൽ 630 വരെയുള്ള സമയത്താണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ബേസിക്കലി ഒരു സ്കോളർ കിങ് ആണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രാജാവ് ഒരു സ്കോളർ കിങ് ആണ്. അപ്പൊ സ്കോളർ കിങ് ആയതുകൊണ്ട് തന്നെ രാജാവ് കൊട്ടാരത്തിലെ കച്ചേരിയും പാട്ടുമായിട്ടൊക്കെ ഇങ്ങനെ എൻജോയ്മെന്റ് കണ്ടെത്തിയിരുന്ന വ്യക്തിയാണ്. രാജാവ് തന്നെ വിശേഷിപ്പിച്ചിരുന്ന ടൈറ്റിൽ ആയിരുന്നു ചിത്രകാരപുലി. ഞാൻ ചിത്രത്തിൽ പുലിയാണെന്നുള്ളത്. രണ്ടാമത്തേതാണ്, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ വരുന്നത്. ഏർലി മിഡീവൽ 1ഉം 2 എടുത്തപ്പോൾ കർണാടക ബേസ് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടുത്തെ ടെമ്പിൾ ആർക്കിടെക്ചർ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. വേസര സ്റ്റൈൽ നോർത്ത് ഇന്ത്യയിൽ നഗരയാണ്, സൗത്ത് ഇന്ത്യയിൽ ദ്രവീഡിയൻ. ആ ദ്രവീഡിയൻ സ്റ്റൈൽ ആരംഭിക്കുന്ന ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ത്രൂ റോക്ക് കട്ട് ടെമ്പിൾസ്, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് കേവ് ടെമ്പിൾസ് ഉള്ളത്. അപ്പൊ ഗുഹകളിൽ നിന്ന് അല്ലെങ്കിൽ റോക്ക് കട്ട് ആയിട്ടുള്ള ടെമ്പിൾസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് തുടങ്ങി വെച്ച വ്യക്തിയാണ് ആര്? മഹേന്ദ്രവർമ്മൻ. രാജാവ് ഒരു സ്കോളർ കൂടിയാണ്. രാജാവിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് മട്ടവിലാസ പ്രഹസനം എന്ന് പറയുന്ന ഒരു വർക്ക്. സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് എന്ത്? മട്ടവിലാസ പ്രഹസനം എന്നുള്ളത്. കാഞ്ചീപുരത്ത് 7ാം നൂറ്റാണ്ടിന്റെ സമയത്ത്, അതായത് ഈ ഒരു പീരീഡ് 7ാം നൂറ്റാണ്ട് സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിസം, ജൈനിസം, ഷൈവിസം ഇങ്ങനെ പല റിലീജിയൻസിനെ കുറിച്ച് പറയുന്ന ഒരു വർക്കാണ് എന്ത്? മട്ടവിലാസ പ്രഹസനം എന്നുള്ള അറിഞ്ഞിരിക്കുക. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് ഹിസ് ഗോയിങ് ടു ബി ഡിഫീറ്റഡ് ബൈ പുലകേശിൻ II. പുലകേശിൻ II ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നുണ്ട്, കൊന്നു കളയുന്നുള്ള അഭിപ്രായം വരെയുണ്ട് കേട്ടോ. പിന്നീട് വരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള രാജാവാണ് നരസിംഹവർമ്മൻ ഫസ്റ്റ്. ഇദ്ദേഹമാണ് നമ്മുടെ പുലകേശിൻ II തിരിച്ച് റിവെഞ്ച് എടുത്ത് പരാജയപ്പെടുത്തുന്ന ആള്. ഇദ്ദേഹം പുലകേശിൻ രാജാവിനെ പരാജയപ്പെടുത്തിയെന്നും ചില സ്ഥലങ്ങളിൽ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ പറയാനുണ്ട്. ഒന്ന് ബാറ്റിൽ ഓഫ് മണിമംഗലം, മറ്റൊന്ന് ബാറ്റിൽ ഓഫ് വടബി ഓർ ബദാമി വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദിസ് ചാളുക്യാസ്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഹി ക്യാപ്ചേർഡ് വടബി പിടിച്ചെടുത്തുകൊണ്ട്
നരസിംഹവർമ്മന് ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, വടബി കൊണ്ട, വടബി പിടിച്ചെടുത്തവൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു ആർക്ക്? നരസിംഹവർമ്മ ഫസ്റ്റിന്. ആ കാര്യം അറിഞ്ഞിരിക്കുക. ശേഷം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സിറ്റി ആണെന്ത്? മാമല്ലാപുരം. മാമല്ലാപുരം എന്ന് പറയുന്ന മഹാബലിപുരം. ഈ മഹാബലിപുരം സിറ്റിയിൽ പിൽക്കാലഘട്ടത്തിൽ ടെമ്പിൾസ് എല്ലാം പണിയുന്ന വ്യക്തിയാണ് നരസിംഹവർമ്മൻ. അതിന് എക്സാമ്പിൾ ആണ് ഷോർ ടെമ്പിൾ എന്നുള്ളത്. ഓക്കെ, ആ രീതിയിൽ ഈ മൂന്നാൾക്കാർ കുറച്ച് സിഗ്നിഫിക്കന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇടയ്ക്ക് പരമേശ്വരവർമ്മൻ വരുന്നുണ്ട്. അപ്പൊ പരമേശ്വരവർമ്മനെ പഠിക്കണ്ടേ? പഠിക്കണം. എന്തുകൊണ്ടാ? നെറ്റ് എക്സാമിനേഷന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് എന്താണ്? ക്രൊണോളജിക്കൽ അറേഞ്ച് ഓഫ് റൂളേഴ്സ് ആണ്. അപ്പൊ ക്രൊണോളജി ബേസ് ചെയ്തിരിക്കാൻ സിംഹവിഷ്ണു, മഹേന്ദ്രവർമ്മൻ, നരസിംഹവർമ്മൻ ഫസ്റ്റ്, പരമേശ്വരവർമ്മൻ, ദെൻ നരസിംഹവർമ്മൻ സെക്കൻഡ്. ഇത്രയും ആൾക്കാർ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ സിഗ്നിഫിക്കൻസ് ഇവിടെ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഈ സിഗ്നിഫിക്കൻസ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിലും കൂടെ കൊടുത്തിട്ടുണ്ട്. താഴെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബാറ്റിൽസ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കണ്ടോ, ബാറ്റിൽ ഓഫ് പുള്ളലൂർ, ബാറ്റിൽ ഓഫ് പരിയാല, ബാറ്റിൽ ഓഫ് മണിമംഗലം, ബാറ്റിൽ ഓഫ് വടബി തുടങ്ങിയുള്ള ബാറ്റിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ആർട്ട് ആൻഡ് കൾച്ചർ, റോക്ക് കട്ട് ടെമ്പിൾസ്, മോണോലിത്തിക് രഥ, സ്ട്രക്ചറൽ ടെമ്പിൾസ്, അങ്ങനെ ഓരോ ടെമ്പിൾ ആർക്കും കൂടെ നോട്ടിന്റെ ഭാഗമായിട്ട് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററി മാത്രമാണ് ഇപ്പൊ ഡീൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു രാജാവാണ് നന്ദിവർമ്മൻ സെക്കൻഡ്. അദ്ദേഹം 8-ാം നൂറ്റാണ്ടിലുണ്ടായ സമയത്താണ് ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഹി റിവൈവ്ഡ് ദ പല്ലവ പവർ ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് ഓഫ് ഡിക്ലൈൻ. അതായത് 6-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു സമയത്ത് നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റും? പല്ലവാസിനെ കാണാൻ പറ്റും. സിംഹവിഷ്ണു, മഹേന്ദ്രവർമ്മൻ, നരസിംഹവർമ്മൻ ഫസ്റ്റ്, ദെൻ നമ്മൾ പറഞ്ഞിട്ടുള്ള പരമേശ്വരവർമ്മൻ, നരസിംഹവർമ്മൻ സെക്കൻഡ്. പിന്നീട് ഒരുപാട് റൂൾസ് വരുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പുകൾ വരുന്നുണ്ട്. ഹാവിംഗ് സെർട്ടൻ കോൺഫ്ലിക്ട് വിത്ത് ദ പാണ്ഡ്യാസ്, പാണ്ഡ്യന്മാരുമായിട്ടുള്ള ചില കോൺഫ്ലിക്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ നന്ദിവർമ്മൻ സെക്കൻഡ് ഉണ്ടായിരുന്നു. നന്ദിവർമ്മൻ സെക്കൻഡിന് ശേഷം ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലാസ്റ്റ് റൂളർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിന്റെ പേര് തന്നെ അപരാജിത വർമ്മൻ എന്നാ. നോക്കിക്കേ, ആ വാക്ക് നോക്കിക്കേ, അപരാജിത വർമ്മൻ. ആ വാക്കും ഞാൻ പറഞ്ഞിരിക്കുന്ന ടേം, ലാസ്റ്റ് റൂളർ, അദ്ദേഹത്തിന്റെ പേര് അപരാജിത വർമ്മൻ. പക്ഷെ ഹി ഗോട്ട് ഡിഫീറ്റഡ്. ആരാണ് ഈ അപരാജിത വർമ്മനെ ഡിഫീറ്റ് ചെയ്യുന്നത്? പ്ലീസ് കൊമന്റ്, പ്ലീസ് കൊമന്റ്, പ്ലീസ് കൊമന്റ്, പ്ലീസ് കൊമന്റ്. ഇനി ഐഡിയ നോക്കട്ടെ. പല്ലവാസിന് ശേഷം ആരാണ് നോർത്തേൺ തമിഴ്നാട്ടിൽ വരുന്നത് എന്നുള്ളതാണ് അതിന്റെ ക്ലൂ ആൻഡ് ലോജിക്. നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. കൊമന്റ് യുവർ സെൽഫ് ഗൈസ്, കൊമന്റ് ഇറ്റ്. അപരാജിത വർമ്മൻ. അപരാജിത വർമ്മനെ 9-ാം നൂറ്റാണ്ടിൽ പരാജയപ്പെടുത്തുന്നത് ആര്? കൊമന്റ് ചെയ്യുക. നിങ്ങൾ കൊമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ലേണിംഗ് ആണ്. ബാക്കിയുള്ളവർ കൊമന്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ? അറിയുമെങ്കിൽ കൊമന്റ് ചെയ്യുക. തെറ്റിയാലും പ്രശ്നമല്ല. കൊമന്റ്സ് ഈസ് കൊമന്റ്. യാ, ചോളന്മാരാണ്. ദാറ്റ് ഈസ് ദ മിഡീവൽ ചോളാസ് ഓർ ഇമ്പീരിയൽ ചോളാസ്. വെരി ഗുഡ് അബില. ഐശ്വര്യ, വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. അതിൽ തന്നെ ചോള രാജാവായിട്ടുണ്ടായിരുന്ന രാജാവിന്റെ പേരാണ് ആദിത്യ ചോളൻ. ആദിത്യ ചോളൻ. ആദിത്യ കരികാലനല്ല കേട്ടോ. പൊന്നിയിൻ സെൽവൻ കണ്ടവരുടെ ശ്രദ്ധയിലോട്ട്. ദിസ് ഈസ് ആദിത്യ ചോളൻ, അനദർ പേഴ്സൺ ആണ്. ചോളന്മാര് നമുക്ക് 2 മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ള കോണ്ടന്റ് ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ എടുത്തോളാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പല്ലവാസിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇതുകൊണ്ട് ഒന്ന് റൂളേഴ്സിലൂടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പല്ലവാസിൽ നിന്നും ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ക്രൊണോളജിയാണ്. 2 ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില ഹിസ്റ്റോറിക് ഫേസുകളാണ്. ഈ 2 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ട് ഒന്ന് ക്രോണോളജിക്കലി മനസ്സിലാക്കി വെക്കുക. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് കീ ബാറ്റിൽസ് ഡിസ്കസ് ചെയ്യാനുണ്ട്, ആർട്ട് ആൻഡ് കൾച്ചർ ഡിസ്കസ് ചെയ്യാനുണ്ട്, ദെൻ റിലീജിയൻ കൾച്ചർ, ദെൻ മേജർ സ്കോളേഴ്സ് ആൻഡ് ദർ കോൺട്രിബ്യൂഷൻ. സ്കോളേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ ഡിസ്കസ് ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ് നോട്ടുകൾ, അതായത് ഇങ്ങനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് തരുന്ന ഈ ക്ലാസ് നോട്ടുകൾ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ വായിച്ചെടുക്കാൻ പറ്റുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ക്ലാസ്സിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ, ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ, അതേസമയത്ത് റെക്കോർഡ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്ക് കൺവീനിയൻസ് നിങ്ങളാണ് പറയേണ്ടത്. സോ ഇങ്ങനത്തെ ക്ലാസ് നോട്ടും കാര്യങ്ങളൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇൻ ദ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ. യാ, ഉണ്ട്. യെസ് യെസ് യെസ്. ഓക്കെ, ഫൈൻ. ക്ലാസ്സിന് ശേഷം കൃത്യമായിട്ട് ഇത് നോക്കുക കേട്ടോ. സോ ക്ലാസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് തന്നെ കുറെയൊക്കെ സെൽഫായിട്ട് ക്ലാസ്സിന് ശേഷം
പരിപൂർണമായിട്ട് വായിക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഇങ്ങനത്തെ പാരഗ്രാഫ് പറയാറില്ല. എന്തുകൊണ്ടാ? ഇത് ഇൻട്രൊഡക്ഷൻ ആണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. അത് ഞാൻ വളരെ വേറെ രീതിയിൽ ഞങ്ങൾക്ക് മാപ്പിലോട്ട് കൺവേർട്ട് ചെയ്ത് ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതേ സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസരത്തെ കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ റൂളേഴ്സിനെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചും എക്സാമിന് എന്തൊക്കെ ചോദിക്കും എന്നുള്ള രൂപത്തിലോട്ട് എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു പദ്ധതി. അതാണ് ക്രിസ്റ്റല് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അത് തന്നെയാണ് ഇന്നത്തെ ഒരു സെഷന്റെ പ്രത്യേകതയായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ബാക്കിയുള്ള ടോപ്പിക്സ് അവിടെ നിൽക്കട്ടെ. ക്രിസ്റ്റൽ ഈസ് ഗോയിങ് ടു ലോഞ്ച് ഒരുപാട് ഏകദേശം 1-2 വർഷങ്ങളുടെ എഫേർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോംപ്രഹെൻസീവ് ആയിട്ട് UGC നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെയും മിഡീവലിന്റെയും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെയും ഹിസ്റ്റോറിയോഗ്രാഫിയുടെയും ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള 3 വോളിയം ബുക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് ഏപ്രിൽ 10-നാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വർക്കും കാര്യങ്ങളെല്ലാം പണിപ്പുരയിൽ നടന്ന് ഏകദേശം ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. പ്രിന്റിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഏകദേശം ഒരു 2 ലക്ഷം രൂപ വരുന്ന ഒരു പ്രിന്റിംഗ് കോസ്റ്റ് ഒക്കെ വരുന്ന വലിയൊരു സംഗതി ഉണ്ട്. എനിഹൗ നമ്മള് ക്രിസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ നമ്മൾ എന്ത് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് വി ആർ ഹാവിങ് ദ ഫസ്റ്റ് 100 കോപ്പീസ്. ആദ്യത്തെ 100 കോപ്പി നമ്മൾ ഏപ്രിൽ 10-ന് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതൊരു ഫീ റിഡക്ഷനോട് കൂടെ തന്നെ അക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. നമ്മൾ ഈ ബുക്കിന് കാണുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2100-ന്റെയും 2500-ന്റെയും ഇടയിലാണ്. കാരണം അത്രയും പ്രിന്റിംഗ് കോസ്റ്റ് വരും. പ്രിന്റിംഗ് കോസ്റ്റിനേക്കാൾ അപ്പുറത്തോട്ട് ഈ 3 വോളിയം ബുക്കിന് വരുന്നത് ടോട്ടൽ എമൗണ്ട് ആട്ടോ പറയുന്നത്. ഇതിന്റെ ക്വാളിറ്റി എന്ന് നിങ്ങൾ നോക്കിക്കേ. ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് റെഫർ ചെയ്യേണ്ട പുസ്തകം ഏതാണ്? ഉപീന്ദർ സിംഗ്. ആ ഉപീന്ദർ സിംഗിന്റെ നോട്ട് വെച്ചിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നോട്ട്. ദെൻ ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ. ഓരോ ചാപ്റ്ററിലും എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് വരുന്നുണ്ട്. അതായത് ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ചതിനു ശേഷം എക്സാമിന് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. ദെൻ അവസാനം ഫോർ എക്സാമ്പിൾ ആൻഷ്യന്റ് ഇന്ത്യയിൽ 16 യൂണിറ്റ് ഉണ്ട്. 15 ക്ലാസ് യൂണിറ്റ് ആണെങ്കിൽ 16ാമത്തത് എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യേണ്ട യൂണിറ്റ് ആണ്. ദെൻ സിമിലർലി മിഡീവലോട്ട് വരുന്ന സമയത്ത് സതീഷ് ചന്ദ്രയുടെ ബുക്ക്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ട് വരുന്ന സമയത്ത് ഫ്രം പ്ലാസി ടു പാർട്ടീഷൻ എന്ന് പറയുന്ന ശേഖർ ബന്ദോപധ്യായുടെ പുസ്തകം. ഇതൊക്കെ റെഫർ ചെയ്തിട്ട് അതിലുള്ള പോയിന്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ഈ പുസ്തകങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഈ ബുക്കുകൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞതുപോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോപ്പീസ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഡിയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് ഓപ്ഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ ക്രിസ്റ്റലിന്റെ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികളായിട്ടുള്ള നിങ്ങൾക്ക് ഇത് ലഭിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ എമൗണ്ട് വരാൻ സാധ്യതയുള്ളത് 2100 to 2500 ഇടയിലാണ്. കാരണം ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് അത് പ്രിന്റിംഗ് നടത്തപ്പെടുക. അപ്പൊ അതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പക്ഷേ ലോഞ്ചിങ് ഓഫറിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് ഫുൾ ബാച്ചുള്ള സ്റ്റുഡൻസിനും ആദ്യത്തെ ലോഞ്ചിങ് ഓഫറിന്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഏതാനും ചില ലിമിറ്റഡ് സ്റ്റുഡൻസിനും വേണ്ടി മാത്രം 1500 രൂപക്ക് ഈ പുസ്തകം കേരളത്തിൽ എവിടെയും ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ട്. 3 പുസ്തകങ്ങൾ ഏപ്രിൽ 10-ന് ശേഷം. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നതും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഹിസ്റ്ററിയിലെ ഏറ്റവും നല്ലൊരു കോംപ്രഹെൻസീവ് ബുക്കായിട്ട് ഇത് വേണോ? യു ക്യാൻ പർച്ചേസ് ദിസ് വൺ. ഒരുപാട് പേർക്ക് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ള പോയിന്റ്സ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട്സിനേക്കാൾ കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നോട്ടാണ്. ഒരിക്കലും ചുരുക്കല്ല വരുന്നത്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന നോട്ടുകളാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ PG പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അവർക്കും നെറ്റ് ആസ്പിറൻസിനും ഹിസ്റ്ററി നിങ്ങളുടെ കരിയർ ആയിട്ട് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഈ 3 പുസ്തകങ്ങൾ നിങ്ങൾക്ക് വളരെ മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ പറയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ട അപ്രോച്ച്, ഒന്ന് ഈ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂം ഗ്രൂപ്പിൽ വരുന്ന ലിങ്കിൽ രജിസ്ട്രേഷൻ നടത്തുക. എന്തായാലും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ക്ലാസ് റൂമിലെ സ്റ്റുഡൻസിനാണ്. അതും ആദ്യത്തെ 100 പേർക്ക് ഇതിന്റെ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാക്സിമം കിട്ടാവുന്ന ഒരു അവസരം എന്ന രീതിയിൽ താല്പര്യമുള്ള ആൾക്കാരാണോ ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി ആസ് സൂൺ ആസ് പോസിബിൾ. എന്നിട്ടേ പുറത്തുള്ള സ്റ്റുഡൻസിന് നമ്മൾ പരിഗണിക്കുള്ളൂ. പ്രയോറിറ്റി ക്ലാസ് റൂമിലെ സ്റ്റുഡൻസിന് തന്നെയാണ്. സോ ഡോണ്ട് മിസ് ഔട്ട് ദിസ് ബ്യൂട്ടിഫുൾ ചാൻസ് ടു ഗെറ്റ് ദിസ് 2 വർഷത്തെ എഫേർട്ടിന്റെ പുസ്തകമാണ്. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ. പക്ഷെ 2 വർഷം മാത്രമല്ല, ഇത് ഞാൻ ആദ്യമായിട്ട് നെറ്റ് എക്സാമിനേഷൻ എഴുതുന്നത് എന്റെ PGയുടെ സമയത്ത് 2018-ലാണ്. അന്ന് ആദ്യത്തെ സെമസ്റ്ററിന്റെ സമയത്ത് തന്നെ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തു. അപ്പൊ ആ സമയം മുതൽക്ക് ഞാൻ ഉപീന്ദർ സിംഗ് വായിച്ചു വരുന്നുണ്ട്. ഉപീന്ദർ സിംഗിന്റെ നോട്ട്സ് ഒക്കെയാണ് ഇതിൽ കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത്.
ആൻഷ്യന്റിൽ മിഡീവൽ സതീഷ് ചന്ദ്രയുടെ സാധാ ബുക്കല്ല, വോളിയം 1 വോളിയം 2 എന്ന് പറയുന്ന കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം മെന്റാലിറ്റിയിലാണ് പുസ്തകങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ചില അകത്തെ കോണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് വീഡിയോ മറ്റൊക്കെ ആയിട്ട് ലഭ്യമാകും. ഓക്കെ, ഇൻ അവർ യൂട്യൂബ് ചാനൽ ആൻഡ് തിങ്സ്. സോ അതും നിങ്ങൾ ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ഈ ഒരു അവസരം മിസ്സാക്കരുത് എന്നുള്ളതാണ് എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. 3 ബുക്കുകളായിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ഇത് ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ട്. ഔട്ട് ഓഫ് സ്റ്റേറ്റ് സ്റ്റുഡൻസിന് വേറെ രീതിയിലാണ് വരുന്നത്. കാരണം നമുക്ക് പോസ്റ്റൽ സർവീസ് ആണെങ്കിലും DTDC ആണെങ്കിലും ഒരു 120 to 180 റുപ്പീസിനടുത്ത് വരെ ചാർജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഡെലിവറി ചാർജ് ഔട്ട് ഓഫ് കേരളക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ഓഫീസ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. സോ ഡോണ്ട് മിസ് ഔട്ട് ദിസ് ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ടു ഗ്രാബ് ദിസ് ഓഫർ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ 100 പേർക്കായിരിക്കും ഈ ഒരു ഓഫർ മാക്സിമം കിട്ടാൻ വേണ്ടി പോകുന്നത്. ശേഷം എമൗണ്ട് ഇൻ ബിറ്റ്വീൻ 2100-ന്റെയും 2500-ന്റെയും ഇടയിലാകും. അപ്പൊ രജിസ്ട്രേഷന് നിങ്ങൾ ചെയ്യേണ്ടത് വെറും 500 രൂപ ഓഫീസ് നമ്പറുമായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ പ്രീ ബുക്കിംഗ് ഉറപ്പ് വരുത്തുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ്. ബാക്കി നിങ്ങൾക്ക് ലോഞ്ചിങ്ങിന്റെ സമയത്ത് ബാക്കി പേയ്മെന്റ് എന്ത് ചെയ്യാം, കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബുക്കുകൾ എൻഷുർ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഫൈൻ. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി വൺസ് അഗൈൻ വീണ്ടും പറയാണ് കേട്ടോ. ഓക്കെ, സോ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം.